നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വസതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 വാഹനങ്ങളാണ് ആക്രമികൾ തല്ലിത്തകർത്തത്. ഈ ആക്രമണത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ആവേശമൂത്ത് ആക്രമണം നടത്തുന്നവർ പിന്നീട് പോലീസിനെ വെട്ടിച്ച് പാർട്ടി ഓഫീസിൽ അഭയം പ്രാപിച്ചെങ്കിലും ഒടുവിൽ 7 പേർക്ക് നിയമത്തിന്റെ പിടിയിൽ ആകേണ്ടി വന്നു. തങ്ങൾ പാർട്ടിയുടെ ഹീറോകളായി എന്ന് ഈ യുവാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ കളി മാറിക്കഴിഞ്ഞു. നിയമത്തിന്റെ ചക്രങ്ങൾ തിരിഞ്ഞു തുടങ്ങുമ്പോൾ ഈ രാഷ്ട്രീയ ആവേശം വെറും പുകയായി മാറും. ഈ രാജ്യം ഭാരതീയ നിയമ സംഹിതയുടെ അതായത് BNS അതിലേക്ക് മാറിയ ഈ കാലഘട്ടത്തിൽ ED പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ ഔദ്യോഗികമായ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത് പോലും അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. അങ്ങനെയെങ്കിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ തടയുക, ഭീഷണിപ്പെടുത്തുക, ശാരീരികമായി ഉപദ്രവിക്കുക, നിയമവിരുദ്ധമായി സംഘം ചേരുക, കലാപശ്രമം നടത്തുക, വധശ്രമം നടത്തുക, പൊതുമുതൽ നശിപ്പിക്കുക തുടങ്ങിയ വകുപ്പുകൾ ഒന്നൊഴിയാതെ പ്രതികൾക്ക് മേൽ ചുമത്തപ്പെടുകയാണ് ഇപ്പം കാണാൻ പോകുന്നത്. കൃത്യമായ നടപടിയെടുക്കാൻ സംസ്ഥാന പോലീസ് മടിച്ചാൽ പോലും കേന്ദ്രം നേരിട്ട് ഇത്തരം കേസുകൾ CBIക്ക് കൈമാറുകയും ചെയ്യും. ഈ BNS സെക്ഷൻ 121, 122, 189, 221, 109 തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തപ്പെടുന്നതോടെ ജാമ്യം പോലും ലഭിക്കാതെ 10 വർഷം വരെയോ അതിൽ കൂടുതലോ കഠിന തടവാണ് ഇവരെ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ചുരുക്കത്തിൽ ഇനി ഒരു 10 വർഷം തികയുന്നത് വരെ അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കി ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാൻ ഇവർക്ക് കഴിയില്ല. സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോലും ഇവർക്ക് കഴിയില്ല. ഇന്ന് ആ വീട്ടിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ അന്നും അവിടെ ഉണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയുമാണ്. ഈ പശ്ചിമ ബംഗാളിലെ സന്ദേശകാരിയിലെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയായ ഷാജഹാൻ ഷെയ്ഖ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ 2024 മാർച്ച് മുതൽ ജയിലിലാണ്. വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും വിചാരണ കോടതികളും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഇവർ കഴിഞ്ഞ 808 ദിവസങ്ങളായിട്ട് അതായത് ഏകദേശം 2.5 വർഷത്തോളമായി ഇപ്പോഴും ജാമ്യം പോലും കിട്ടാതെ കഠിന തടവിൽ തുടരുകയാണ്. ഈ കേന്ദ്ര ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ രാജ്യത്തെ കോടതികൾ എത്രമാത്രം കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഇത്. ഈ ജയിൽ ശിക്ഷയും കോടതി കയറിയിറങ്ങലും മാത്രമല്ല ഈ അണികളെ കാത്തിരിക്കുന്നത്. രാഷ്ട്രീയ കേസുകളിൽ പെടുന്നതോടെ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ എല്ലാ വാതിലുകളും എന്നേക്കുമായി അടയും. ബാങ്കുകളുടെ കണക്കിൽ ഇവർ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. സ്വന്തമായിട്ടൊരു വീട് വെക്കാനോ അല്ലെങ്കിൽ സഹോദരിയുടെ കല്യാണത്തിനോ കുട്ടികളുടെ പഠനത്തിനോ ഒരു ബാങ്ക് ലോൺ പോലും ഇവർക്ക് പിന്നീട് ലഭിക്കില്ല. ലക്ഷക്കണക്കിന് യുവാക്കൾ സ്വപ്നം കാണുന്ന പോലെ PSC പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നാലും പോലീസ് ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ സർക്കാർ ജോലി എന്നേക്കുമായിട്ട് ഇവർക്ക് നഷ്ടപ്പെടും. ഇനി നാട്ടിൽ രക്ഷയില്ലെങ്കിൽ വിദേശത്ത് പോയി ഒരു ജോലി എടുക്കാമെന്ന് വിചാരിച്ചാലും വിദേശ എംബസികൾ വിസ നിഷേധിക്കും. ശരിയായിട്ടും കൃത്യമായ പാരിതോഷികങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് 1-2 ആളുകളായിരിക്കും ആദ്യം എത്തി ആക്രമണം തുടങ്ങി വെക്കുന്നത്. അതോടെ കണ്ടു നിൽക്കുന്ന പാവമണികൾ വികാര വിക്ഷോഭത്താൽ തുടർ ആക്രമണങ്ങൾ അഴിച്ചുവിടും. എന്നാൽ ആക്രമണം തുടങ്ങി വെച്ചവർ പതുക്കെ അവിടെ നിന്ന് ഊളിയിടുകയും ചെയ്യും. തങ്ങളുടെ സുരക്ഷിത സ്ഥാനങ്ങളിലെത്തി അവർ അവരുടെ ബാക്കി പണവും വാങ്ങി അവർ മുങ്ങും. തുടക്കത്തിൽ ഹീറോ പരിവേഷം കിട്ടിയേക്കാം, അഭിവാദ്യ മുദ്രാവാക്യങ്ങൾ കാതുകുളിർക്ക് കേൾക്കാം, ഈ സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി തന്നെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്തേക്കാം, പാർട്ടിയുടെ വക്കീലിനെ വെച്ച് തന്നേക്കാം, ജാമ്യത്തിനായുള്ള തുകയൊക്കെ കെട്ടിവെച്ചേക്കാം. എന്നാൽ വർഷങ്ങളോളം നീളുന്ന കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ സ്വന്തം യൗവനം ഹോമിക്കേണ്ടി വരുമ്പോൾ നേതാക്കൾ പുതിയ രാഷ്ട്രീയ ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറിയിട്ടുണ്ടാവും. പ്രതിപക്ഷ നേതാവ് മകളുടെ മകൻ വരെ സ്വദേശത്തോ വിദേശത്തോ നല്ല നിലകളിൽ എത്തിച്ചേരും. അപ്പോഴും സാധാരണ അണിയുടെ മക്കൾ കൃത്യമായ വിദ്യാഭ്യാസമോ തണലോ കിട്ടാതെ അനാഥരെ പോലെ ഭാവി മുരടിച്ച് കഴിയേണ്ടി വരും. കോടതി വരാന്തകളിൽ അയാളും അയാളുടെ കുടുംബവും മാത്രമായിരിക്കും. ഈ സ്വന്തം കുടുംബത്തിന്റെ അത്താഴം മുട്ടിച്ചുകൊണ്ടും അച്ഛനമ്മമാരുടെ പ്രതീക്ഷകൾ നശിപ്പിച്ചുകൊണ്ടും രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടും നിങ്ങൾ കാണിക്കുന്ന ആക്രമണം ധീരതയല്ല, മറിച്ച് സ്വന്തം ജീവിതം കൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ആത്മഹത്യയ്ക്ക് തുല്യമാണ്. ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് നിയമം കയ്യിലെടുത്തുകൊണ്ടല്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.